ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലഞ്ച് വ്ലോഗ് തന്നെയാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പീസും കൂടിയും കാണിക്കുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളിന്ന് കോവക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമ്മൾ കോവക്ക ഇട്ട് കൊടുക്കുകയാണ്. കോവക്ക ഇങ്ങനെ കുത്തനെ 4 ആക്കിയിട്ട് കീറിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. വട്ടത്തിൽ അരിഞ്ഞിട്ടല്ല, അങ്ങനെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിലേക്കൊക്കെ വെണ്ടയ്ക്കൊക്കെ ഇടുമ്പോൾ ഒന്ന് വഴറ്റിയെടുക്കൂലേ, വഴറ്റിയിട്ടല്ലേ ഇട്ട് കൊടുക്കുക, അതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. വളരെ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ചെറിയ പാത്രം എടുത്തത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ, എണ്ണ കുടിക്കുകയൊന്നുമില്ല കോവക്ക, ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 2-3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 ചുവന്നുള്ളി, ഇത്രയും ചതച്ചതിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി, അത്രയും മതി, ഒരുപാട് വേണ്ട. ഒന്നാമതേ നമ്മൾ കോവക്ക വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് കറിയേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഈ കറിവേപ്പില ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എത്ര എണ്ണം വേണമെന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം. അതുപോലെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. കോവക്ക കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഈ സമയത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എല്ലാം നന്നായി വഴന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുകയാണ്. പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ ഏകദേശം 2 കപ്പൊക്കെ ഉണ്ട്. നമുക്കിതിലിട്ടിട്ട് തന്നെയാണ് കോവക്ക വേവിക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് തിളയ്ക്കണ വരെ അടച്ച് വെക്കുകയാണ്. തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല, തേങ്ങ അരച്ചിട്ടും ഈ കറി വെക്കുക. അപ്പോൾ കോവക്ക ഇട്ട് വേവിച്ചിട്ട് തേങ്ങ അരച്ചങ്ങ് ഒഴിച്ചാൽ മതി, വേറൊന്നുമില്ല. ഈ സമയത്ത് വെള്ളം ഒഴിക്കുക, അതിൽ കോവക്ക ഇട്ട് വേവിക്കുക, അവസാനം തേങ്ങ അരച്ചത് ഒഴിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ തേങ്ങാപ്പാലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിലേക്ക് ഒരു കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളി കഷ്ണം ചെറുത് മതി. ഇനിയിപ്പോൾ കുടംപുളി ഇല്ലെങ്കിൽ നമ്മൾ സാധാ വാളംപുളി, അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച കോവക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ കോവക്ക ഇതിൽ കിടന്നൊന്ന് വേവണം. 2-ാം പാലാണിത്, ലാസ്റ്റ് നമുക്ക് 1-ാം പാൽ ഒഴിക്കേണ്ടതാണ്. അപ്പോൾ കോവക്ക പെട്ടെന്ന് തന്നെ വേവും, 2-3 മിനിറ്റ് മതി കോവക്ക വെന്ത് വരാൻ. അപ്പോൾ ഇതാ കോവക്ക ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് വെള്ളം ഒന്ന് വറ്റിയിട്ടുമുണ്ട്. ഇനി ഏറ്റവും അവസാനം നമ്മൾ ഒരു 1/2 കപ്പ് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് സമയം പിന്നെ തിളപ്പിക്കേണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് വേഗം ഓഫ് ചെയ്യുക. മാത്രമല്ല മൺചട്ടിയാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് വറവിട്ട് ഒഴിക്കാനാണ്. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉണക്കമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ആ സമയത്തിട്ടിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഒഴിച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കറി നല്ല കളറും ഉണ്ടാവും, നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കണ്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുക. ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. ഇനി നമുക്ക് ഇത്തിരി സമയം ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയൊരു കറിയാണ്. ഇനിയിപ്പോൾ പുളി ഇല്ലെങ്കിൽ നമുക്ക് വളംപുളി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിനി കൈപ്പങ്ങ പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോണത്. അതിനുവേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. കൈപ്പങ്ങ ഈ ഷേപ്പിൽ മുറിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ.
ഇനി നമുക്ക് മീനൊക്കെ പൊരിക്കുന്നത് പോലെ ഇത് പൊരിച്ചെടുക്കാനാണ്. നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കണം. കയ്പങ്ങയുടെ കയ്പൊന്ന് കുറയും ചെയ്യും, മാത്രമല്ല ഇതൊന്ന് സോഫ്റ്റായി വരണം. നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ബലം പിടുത്തം ഉണ്ടാവാൻ പാടില്ല, കുറച്ചൊന്ന് സോഫ്റ്റായി വരണം. അതിനുവേണ്ടി നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അതിന് ശേഷം നമ്മളിത് അതുപോലെ കോരിയെടുക്കുകയാണ്. ഒരു സ്ട്രെയിനറിലേക്കൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. നമുക്ക് വെള്ളമൊന്നുമില്ലാതെ ഇതിങ്ങനെ കോരിയെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കൂലേ, മുളക്, മഞ്ഞൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം തേച്ചിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണയൊക്കെ വളരെ കുറച്ച് മതി, ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ ഒഴിച്ച എണ്ണ കണ്ടിട്ടുണ്ടാവും. അപ്പം മീനൊക്കെ പൊരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ എണ്ണ അങ്ങ് തീരും. അത്രയ്ക്ക് മാത്രം ഒഴിച്ചാൽ മതി. കയ്പങ്ങയുടെ ഒരു വെറൈറ്റി ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റാണ്, മാത്രമല്ല ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഒരുപാട് പണിയൊന്നുമില്ല, ഒരു വെറൈറ്റിയാണ്. അത് മീനൊക്കെ പൊരിക്കണ പോലെ അതുപോലെ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനത്തിൽ വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അകത്തൊന്നും ഒരു സോഫ്റ്റ്നെസ് കിട്ടൂല. അപ്പോൾ അതവിടെ ലോ ഫ്ലെയിമിലാവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുകയാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. നമ്മൾ കറിവേപ്പില ഇട്ടു. ക്യാരറ്റും അതുപോലെ ചീരയും ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ക്യാരറ്റും കുറച്ച് ചീരയും. അപ്പോൾ കാണാനും ഒരു ലുക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇലക്കറികളുടെ കൂടെ നമ്മൾ എപ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കണം, നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റും ആ കൂട്ടത്തിൽ കിടന്ന് പെട്ടെന്ന് തന്നെ വേവായിക്കോളും. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ, അരിഞ്ഞതല്ല. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. ഇപ്പോൾ ഇതാ തീരെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അരിഞ്ഞ ക്യാരറ്റ് ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് റെഡിയാവില്ല, ഗ്രേറ്റ് ചെയ്തത് അതുകൊണ്ട് പെട്ടെന്നുണ്ട്. ഇപ്പോൾ പച്ചമുളകും തേങ്ങയും ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ തോരൻ ഏകദേശം റെഡിയായി. ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് തന്നെ ശരിയായിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ കയ്പങ്ങ ഒരു സൈഡൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ആ മുള്ളുള്ള സൈഡ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുവരെ മുള്ളുള്ള സൈഡ് മുകൾ ഭാഗത്തായിരുന്നു, താഴെ ഭാഗത്തേക്കാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആ മുള്ളുള്ള സൈഡ് വേവാനാണ് കുറച്ചധികം സമയം എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയെല്ലാം പോവും, പെട്ടെന്ന് കരിഞ്ഞു പോവും, ഈ മസാലയൊക്കെ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയം അപ്പുറത്തെ അടുപ്പത്ത് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ ശരിക്കും ഇത് മാത്രം ഉണ്ടായാൽ മതി, വേറെ ചിക്കനോ മീനോ ഒന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാനും നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മൾ തിളപ്പിച്ചിട്ടെടുക്കുന്ന കാരണം അങ്ങനെ ഒരുപാട് കയ്പൊന്നും ഉണ്ടാവില്ല. തീരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. രണ്ട് സൈഡും ഏകദേശം ഒരേപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ തീരെ കനം കുറഞ്ഞ ഒരു രീതിയിലാണ് ഉണ്ടാവുക. കയ്പയ്ക്ക് കുറച്ചൊരു ബലം പിടുത്തം ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറി തീരെ കനം കുറഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരും. പക്ഷെ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ്. ചമ്മന്തിപ്പൊടി ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, ഇതാ നമ്മുടെ കയ്പങ്ങ പൊരിച്ചത്, അതുപോലെ കോവക്കയുടെ കറി, പിന്നെ ക്യാരറ്റും ചീരയും ചേർത്ത തോരൻ. കയ്പങ്ങ കാണുമ്പോൾ ഒരു മീൻ പൊരിച്ചതാണോ എന്നൊക്കെ ഒരു തോന്നൽ വരും. അപ്പോൾ 2 അടിപൊളി റെസിപ്പീസ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്